അസ്സലാമലൈക്കും. നമ്മളിപ്പോൾ അടിയന്തരമായി കമ്മിറ്റി കൂടാൻ കാരണം 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസ ഒന്ന് പെയിന്റ് അടിക്കാനാണ്. 1 വർഷമായില്ലേ പെയിന്റ് അടിച്ചിട്ട്, അപ്പോൾ അതൊന്ന് പെയിന്റ് അടിച്ച് നന്നാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ മദ്രസയിൽ AC വെക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസേൻ്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാനുള്ള ഒരു പരിപാടി ഉണ്ട്, അതും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം എന്താ വെച്ചാൽ അതൊന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ, പെട്ടെന്ന് നടപ്പാക്കണം. അടിയന്തരമായിട്ടേ നമുക്കിപ്പോ എന്താ ചെയ്യാനുള്ളത് അറിയാം? ഒന്ന് ഉസ്താദുമാർക്ക് ശമ്പളം കൂട്ടണം. ഓൽക്കിപ്പോ 8000 ഉറുപ്പിലുള്ള ശമ്പളം ഓൽക്ക് അത് തയ്യില്ല. ഓൽക്ക് പോലെ കുടുംബം പോറ്റാനൊന്നും തയ്യില്ല. ഓൽക്ക് 8000 തന്നെ ബർക്കത്താണ്. നമ്മൾ പറയും 25,000, 30,000, 40,000 ശമ്പളം വാങ്ങണക്കാട്ടും ബർക്കത്ത് ഈ 8000 വാങ്ങണ ഉസ്താദന്മാർക്കുണ്ട്. മൂല്യന്മാർക്ക് ശമ്പളം കൂട്ടുന്നത് ഇപ്പൊ നമ്മളെ അജണ്ടയിലില്ല. നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം എന്താ? നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പെയിന്റടിക്കുക, അതുപോലെ തന്നെ മുറ്റ ഇന്റർലോക്ക് ഇടുക, അതുപോലെ തന്നെ AC വെക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മളിപ്പോ നടപ്പിലാക്കുന്നുണ്ട്. മോലേറെ ശമ്പളം നമ്മൾ അടുത്ത മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. മീനൊക്കെ എന്താ വില? കിലോ മത്തി 100, അയില കിലോ 140, പലവ കിലോ 100. ഞങ്ങളൊരു 1/2 കിലോ ആയില്ല. 1/2 കിലോ കൊണ്ട് വരി കുറെ ആൾക്കാരില്ലേ? 5 ആൾക്കാരില്ലേ? 1/2 കിലോ മതി. ആയിക്കോട്ടെ, 1/2 കിലോ. ഉസ്താദെ മീൻ വാങ്ങിയ എന്താ മീന്? ഞാനേ കുറച്ച് അയിലക്കുട്ടികളെ വാങ്ങി. അല്ല ഉസ്താദെ, 4-5 ആൾക്കാരില്ലേ പെരിയില്, ഇതുകൊണ്ട് എന്താവാനാ? അത് മതി, കുട്ടികളൊരു പൂരിക്ക് ഒരു വെള്ളം കാച്ചാനല്ലേ. ഉസ്താദെ എന്റെ ഫോൺ ഓഫ് ആയിക്കണം. നിങ്ങൾ ഫോൺ ഒന്ന് കാട്ടിക്കാണേ, നമ്മളെ സെക്രട്ടറി മമ്മൂട്ടിയാക്കൊക്കെ ഒന്ന് വിളിക്കാനേ. അല്ല ഉസ്താദെ, ഫോണുമ്പോ ഫുള്ള് വരാണല്ലോ, പൊട്ടി പൊളിഞ്ഞിക്കണല്ലോ ഡിസ്പ്ലേ ഒക്കെ. നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫോണാണ് വാങ്ങിക്കൂടെ? നിങ്ങൾ മീറ്റിങ്ങിൽ പറഞ്ഞല്ലോ ഉസ്താദന്മാർക്ക് 8000 ഉറുപ്പിക കിട്ടുന്നത് ഭയങ്കര ബർക്കത്താണ് തന്നെ. നമ്മൾ ഓരോരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടതാണ് ഈ ബർക്കത്ത്. നിങ്ങളെ മാറി നല്ലൊരു മൊബൈലും നല്ല തുണിമുപ്പായ എടുക്കാനും പുറത്തുനിന്ന് പോയി കുട്ടികളായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹം ചെയ്യാനിട്ടല്ല. ഞങ്ങൾ ഈ ശമ്പളത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിച്ചണ്ടേ. ഈ പറഞ്ഞ ശമ്പളമല്ലേ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഞങ്ങൾ ഈ വെള്ളം ഇട്ടുകാണ്ട് നടക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ദാരിദ്ര്യം കഷ്ടപ്പാടൊന്നും ഇല്ലാന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ഉള്ളിൻ്റെ അവസ്ഥ ഞങ്ങൾക്കേ അറിയുള്ളൂ. സ്വിച്ച് ഓഫ് ആണ് മമ്മൂട്ടിയാക്ക. ഞാനേ അങ്ങാടിയിലൂടെ ഉണ്ടാ നോക്കട്ടെ മമ്മൂട്ടിയാക്ക. പോയിട്ടാ